algebraic properties of R. നമുക്ക് രണ്ട് റിയൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട് എയും ബിയും. അത് നമുക്ക് പുതിയ രണ്ട് റിയൽ നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും, എ പ്ലസ് ബിയും അതേപോലെ എ ഇൻറ്റു ബിയും. അത് ഈ പറയുന്ന 9 ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യും. ഇതിനാണ് നമ്മൾ ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ഓഫ് ആർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ, അതായത് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ. ദെൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ, a plus b plus c equal to a plus b plus c. Then existence of zero element, a plus 0 equal to a equal to 0 plus a. Then existence of negative element, a plus minus a equal to 0 equal to minus a plus a. Then commutative property of multiplication, associative property of multiplication, existence of a unit element, existence of reciprocal, distributive property of multiplication over addition. Subtraction നമുക്ക് a minus b equal to a plus minus b എന്നും ഡിവിഷനെ a by b equal to a into 1 by b എന്നും ഡിഫൈൻ ചെയ്യാം. ഒരു തിയറം നോക്കാം. If z, a element of R and z plus a equal to a, then z equal to 0. z എയും രണ്ട് റിയൽ നമ്പേഴ്സും z plus a equal to a ആണെങ്കിൽ z 0 ആയിരിക്കും. അതുപോലെ യും ബിയും രണ്ട് റിയൽ നമ്പേഴ്സ്, b നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ u ഇൻറ്റു ബി ഈക്വൽ ടു ബി ആണെങ്കിൽ u എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് a എലമെൻറ്റ് ഓഫ് R ആണ്, ദെൻ a ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്ക് എ പ്രൂവ് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ളത് z പ്ലസ് എ ഈക്വൽ ടു എ ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ z ഈക്വൽ ടു z പ്ലസ് 0 എന്ന് എടുത്തു ബൈ എക്സിസ്റ്റൻസ് ഓഫ് 0 എലമെൻറ്റ്. ദെൻ 0ന് നമുക്ക് എ പ്ലസ് മൈനസ് എന്ന് കൊടുക്കാം. സോ z പ്ലസ് എ പ്ലസ് മൈനസ് എന്ന് കൊടുത്തു. അത് എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് എലമെൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു z പ്ലസ് എ പ്ലസ് മൈനസ് എ ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ z പ്ലസ് എ എന്ന് പറഞ്ഞാൽ എ ആണ്, അപ്പോൾ ഇതിന് എ എന്ന് കൊടുക്കുക. എ പ്ലസ് മൈനസ് എ എന്ന് കിട്ടും. സിൻസ് z പ്ലസ് എ ഈക്വൽ ടു എ ഈക്വൽ ടു എ പ്ലസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 ബൈ എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് എലമെൻറ്റ്. സോ നമുക്കിവിടെ z ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് യും ബിയും രണ്ട് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ u ഇൻറ്റു ബി ഈക്വൽ ടു ബി ആണെങ്കിൽ u ഈക്വൽ ടു 1 ആണെന്ന് കാണിക്കണം. സോ നമുക്കിവിടെ അറിയുന്ന കാര്യങ്ങൾ u ഇൻറ്റു ബി ഈക്വൽ ടു ബി ആണെങ്കിൽ u ഈക്വൽ ടു 1 എന്ന് കിട്ടണം. സോ നമ്മൾ u ഈക്വൽ ടു u ഇൻറ്റു 1 എന്ന് കൊടുത്തു ബൈ എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് എലമെൻറ്റ്. ഇനി 1ന് പകരം u ഇൻറ്റു ബി ഇൻറ്റു 1 ബൈ ബി കൊടുത്തു ബൈ എക്സിസ്റ്റൻസ് ഓഫ് റെസിപ്രോക്കൽ ഈക്വൽ ടു ഇതിനെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് u ഇൻറ്റു ബി ഇൻറ്റു 1 ബൈ ബി എന്ന് കൊടുത്തു. u ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി ആണ് ഗിവൻ കണ്ടീഷൻ. ബി ഈക്വൽ ടു ബി ഇൻറ്റു 1 ബൈ ബി. ബി ഇൻറ്റു 1 ബൈ ബി എന്ന് പറഞ്ഞാൽ 1 ആണ് ബൈ എക്സിസ്റ്റൻസ് ഓഫ് റെസിപ്രോക്കൽ. സോ നമുക്ക് u ഈക്വൽ ടു 1 എന്ന് കിട്ടി. സി സെക്ഷനിൽ എന്താ പറയുന്നത്, എ ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്ന് വരണം. സോ എ പ്ലസ് എ ഇൻറ്റു 0 എന്ന് എടുക്കാം ഈക്വൽ ടു എനെ 1 ഇൻറ്റു എ പ്ലസ് എ ഇൻറ്റു 0. ഇത് ബൈ എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് എലമെൻറ്റ് 1 ഇൻറ്റു എ എന്ന് പറയുന്നത്. ഇതിനെ എ ഇൻറ്റു 1 പ്ലസ് 0 എന്ന് കൊടുക്കാം ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, അതായത് എ ഇൻറ്റു 1 പ്ലസ് എ ഇൻറ്റു 0. ഓക്കെ, ഇനി ഇതിനെ 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അതായത് എക്സിസ്റ്റൻസ് ഓഫ് 0 എലമെൻറ്റിൽ പറഞ്ഞു എ പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എ ആണെന്ന്. സോ ഇവിടെ എ ഇൻറ്റു 1 എന്ന് കിട്ടും. എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്നല്ലേ. ഇനി എ പ്ലസ് എ ഇൻറ്റു 0 ഈക്വൽ ടു എ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. നമ്മൾ ഫസ്റ്റ് എ സെക്ഷനിൽ പറയുന്നത് z പ്ലസ് എ ഈക്വൽ ടു എ ആണെങ്കിൽ z ഈക്വൽ ടു 0 ആണെന്നാണല്ലോ. സോ ഇവിടെ എ പ്ലസ് എ ഇൻറ്റു 0 ഈക്വൽ ടു എ എന്ന് പറയുന്നത്. അപ്പോൾ എ ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. എ ഇൻറ്റു 0 ഈക്വൽ ടു 0.
സോ എ ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്ന് കിട്ടി. നെക്സ്റ്റ് തിയറം നോക്കാം. എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ either എ ഈക്വൽ ടു 0 ആയിരിക്കും ഓർ ബി ഈക്വൽ ടു 0. അതേപോലെ എ നോട്ട് ഈക്വൽ ടു 0യും എയും ബിയും എലമെൻറ്റ് ഓഫ് ആറും ദെൻ എ ഇൻറ്റു ബി ഈക്വൽ ടു 1 ആണെങ്കിൽ ബി ഈക്വൽ ടു 1/a ആയിരിക്കും. സോ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത് എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0 ആയിരിക്കും. സപ്പോസ് എ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി ബി ഈക്വൽ ടു നമുക്ക് 1 ഇൻറ്റു ബി എന്ന് കൊടുക്കാം ബൈ എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് എലമെൻറ്റ്. ഇനി 1ന് പകരം നമുക്ക് 1/a ഇൻറ്റു എ എന്ന് കൊടുക്കാം ഇൻറ്റു ബി ബൈ എക്സിസ്റ്റൻസ് ഓഫ് റെസിപ്രോക്കൽ. ഇനി ഇതിന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് 1/a ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് കൊടുക്കാം. അപ്പോൾ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ 1/a ഇൻറ്റു 0 എന്ന് കിട്ടി. 1/a ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. കാരണം പ്രീവിയസ് തിയറത്തിൽ നമ്മൾ പറഞ്ഞു a ഇൻറ്റു 0 ഈക്വൽ ടു 0 ആണെന്ന്. സോ അതേപോലെ 1/a ഇൻറ്റു 0 ഈക്വൽ ടു 0. സോ നമുക്ക് b ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇതേപോലെ b നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ a ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു, എ ഈക്വൽ ടു 1 ഇൻറ്റു എ എന്ന് കൊടുക്കുക. 1ൻ്റെ സ്ഥാനത്ത് 1/b ഇൻറ്റു ബി എന്ന് കൊടുക്കുക ഇൻറ്റു എ ബൈ എക്സിസ്റ്റൻസ് ഓഫ് റെസിപ്രോക്കൽ. ദെൻ 1/b ഇൻറ്റു ബി ഇൻറ്റു എ എന്ന് കൊടുക്കാം ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി ബി ഇൻറ്റു എനെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എ ഇൻറ്റു ബി എന്ന് എഴുതാം. അപ്പോൾ 1/b ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് കിട്ടി. ഇനി എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. അപ്പോൾ 1/b ഇൻറ്റു 0 ഈക്വൽ ടു 0. നെക്സ്റ്റ് തിയറം നോക്കാം. എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ either എ ഈക്വൽ ടു 0 ആയിരിക്കും ഓർ ബി ഈക്വൽ ടു 0. അതേപോലെ എ നോട്ട് ഈക്വൽ ടു 0യും എയും ബിയും എലമെൻറ്റ് ഓഫ് ആറും ദെൻ എ ഇൻറ്റു ബി ഈക്വൽ ടു 1 ആണെങ്കിൽ ബി ഈക്വൽ ടു 1/a ആയിരിക്കും. സോ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത് എ ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0 ആയിരിക്കും. സപ്പോസ് എ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു നമുക്ക് 1 ഇൻറ്റു ബി എന്ന് കൊടുക്കാം ബൈ എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് എലമെൻറ്റ്. ഇനി 1ന് പകരം നമുക്ക് 1/a ഇൻറ്റു എ എന്ന് കൊടുക്കാം ഇൻറ്റു ബി ബൈ എക്സിസ്റ്റൻസ് ഓഫ് റെസിപ്രോക്കൽ. ഇനി ഇതിന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് 1/a ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് കൊടുക്കാം. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ 1/a ഇൻറ്റു 0 എന്ന് കിട്ടി. 1/a ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. കാരണം പ്രീവിയസ് തിയറത്തിൽ നമ്മൾ പറഞ്ഞു a ഇൻറ്റു 0 ഈക്വൽ ടു 0 ആണെന്ന്. സോ അതേപോലെ 1/a ഇൻറ്റു 0 ഈക്വൽ ടു 0. സോ നമുക്ക് b ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇതേപോലെ b നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ a ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് b നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു, a ഈക്വൽ ടു 1 ഇൻറ്റു എ എന്ന് കൊടുക്കുക. 1ൻ്റെ സ്ഥാനത്ത് 1/b ഇൻറ്റു ബി എന്ന് കൊടുക്കുക ഇൻറ്റു എ ബൈ എക്സിസ്റ്റൻസ് ഓഫ് റെസിപ്രോക്കൽ. ദെൻ 1/b ഇൻറ്റു ബി ഇൻറ്റു എ എന്ന് കൊടുക്കാം ബൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി ബി ഇൻറ്റു എനെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എ ഇൻറ്റു ബി എന്ന് എഴുതാം. അപ്പോൾ 1/b ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് കിട്ടി. ഇനി എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്. അപ്പോൾ 1/b ഇൻറ്റു 0 ഈക്വൽ ടു 0. ഇനി അടുത്ത എന്താ ബി സെക്ഷൻ എന്താ കാണിക്കുന്നത്? എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഇൻറ്റു ബി ഈക്വൽ ടു 1 ആണെങ്കിൽ ബി ഈക്വൽ ടു 1/a എന്ന് കിട്ടണം. സോ ബി ഈക്വൽ ടു 1 ഇൻറ്റു ബി എന്ന് എടുത്തു ബൈ എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് എലമെൻറ്റ്. ഇനി 1ന് പകരം 1/a ഇൻറ്റു എ എന്ന് കൊടുത്തു ഇൻറ്റു ബി എന്ന് കൊടുത്തു ഈക്വൽ ടു ഇതിന് അസോസിയേറ്റീവ് ഇത് റെസിപ്രോക്കൽ പ്രോപ്പർട്ടി എക്സിസ്റ്റൻസ് ഓഫ് റെസിപ്രോക്കൽ എലമെൻറ്റ്. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് 1/a ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് കൊടുക്കുക. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്താണ് 1 ആണ്.
സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/a ഇൻറ്റു 1 ഈക്വൽ ടു 1/a. സോ നമുക്ക് b ഈക്വൽ ടു 1/a എന്ന് കിട്ടി. ഇതിങ്ങനെ ചെയ്യുമ്പോൾ സെയിം ഓർഡറിൽ തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ ഇതിന് പകരം a ഇൻറ്റു 1/a എന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ആദ്യം തന്നെ 1/a ഇൻറ്റു a എന്ന് വെച്ചിട്ട് തന്നെ ചെയ്യണം, എന്നാലേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. ഇഫ് a പ്ലസ് ബി ഈക്വൽ ടു 0 ഷോ ദാറ്റ് b ഈക്വൽ ടു -a. a പ്ലസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ b മൈനസ് a ആണെന്ന് കാണിക്കണം. സോ ബീനെ 0 പ്ലസ് b എന്ന് എടുത്തു. 0 ഇത് എക്സിസ്റ്റൻസ് ഓഫ് 0 എലമെൻറ്റ്. 0നെ എന്താ എഴുതാം? -a പ്ലസ് a എന്ന് എഴുതാം, പ്ലസ് b എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് എലമെൻറ്റ്. സോ -a പ്ലസ് a എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് -a പ്ലസ് a പ്ലസ് b എന്ന് എഴുതാം. ആൻഡ് a പ്ലസ് b എന്ന് പറഞ്ഞാൽ 0 ആണെന്നാണ് നമ്മൾ ഗിവൻ കണ്ടീഷൻ. സോ -a പ്ലസ് 0 എന്ന് കിട്ടും ഈക്വൽ ടു -a ബൈ എക്സിസ്റ്റൻസ് ഓഫ് 0 എലമെൻറ്റ്. a പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ -a പ്ലസ് 0 എന്ന് പറഞ്ഞാൽ -a. b ഈക്വൽ ടു -a എന്ന് കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം നോക്കുക. ഷോ ദാറ്റ് -a ഇൻറ്റു -b ഈക്വൽ ടു a ഇൻറ്റു b. സോ ഇതിന് a പ്ലസ് -1 ഇൻറ്റു a പ്ലസ് -1 ഇൻറ്റു a എന്നുള്ളതിന് എനെ നമുക്ക് എന്തെടുക്കാം? 1 ഇൻറ്റു a ബൈ എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് എലമെൻറ്റ്. 1 ഇൻറ്റു a പ്ലസ് -1 ഇൻറ്റു a ഇങ്ങനെ കൊടുത്തു. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് ഇതിന് 1 പ്ലസ് -1 ഇൻറ്റു a എന്ന് കൊടുക്കാം. 1 പ്ലസ് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 അല്ലേ? അപ്പോൾ 0 ഇൻറ്റു a. 0 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എന്താണ്? 0. മുന്നത്തെ തിയറം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. 0 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? a പ്ലസ് -1 ഇൻറ്റു a ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ? ഇതിന്ന് -1 ഇൻറ്റു a ഈക്വൽ ടു -a എന്ന് കൊടുക്കാം. ഇനി എൻ്റെ സ്ഥാനത്ത് -1 കൊടുക്കുക. പുട്ട് a ഈക്വൽ ടു -1. അപ്പോൾ എന്ത് കിട്ടും? -1 ഇൻറ്റു -1 ഈക്വൽ ടു മൈനസ് ഓഫ് -1 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇനി എന്താ ചെയ്യുക വെച്ചാൽ -a ഇൻറ്റു -b. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? -a ഇൻറ്റു -b ഈക്വൽ ടു a ഇൻറ്റു b എന്നാണ്. -a ഇൻറ്റു -bനെ -a എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ഇൻറ്റു a. -1 ഇൻറ്റു a ഇൻറ്റു -bന് എന്ത് കൊടുക്കാം? -1 ഇൻറ്റു b. ഇനി ഇതിന് -1 ഇൻറ്റു -1 ഇൻറ്റു a ഇൻറ്റു b എന്ന് കൊടുത്തൂടെ? ഈക്വൽ ടു എന്ത് വരും? -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ 1 ഇൻറ്റു a ഇൻറ്റു b എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ബൈ എക്സിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് എലമെൻറ്റ് a ഇൻറ്റു b എന്ന് വരും. -a ഇൻറ്റു -b ഈക്വൽ ടു a ഇൻറ്റു b എന്ന് കിട്ടി.